നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആതിര വി മേനോനാണ്. പ്രതിഭ ട്യൂട്ടോറിയൽ സിനിമയെ ബന്ധപ്പെട്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ആതിര ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പം എന്താണ് സിനിമയുടെ വിശേഷം? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര വി മേനൻ. ഈ സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഫിയ എന്നാണ്. സുഫിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വളരെ ഒരു നട്ടോറിയസ് മിസ്chief. എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കുറേ നോസ്റ്റാൾജിയ, സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ഹാവ് ഫൺ. സോ യാ, ട്യൂട്ടോറിയൽസ് അതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലേ, അതാണ് ഇതിൻ്റെ പ്രധാനം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ സിനിമയിലോട്ട് എത്തിപ്പെട്ട ആ വഴി ഒന്ന് പറയാമോ? ഈ സിനിമയിൽ ഞാൻ കാസ്റ്റിംഗ് കോൾ കാണുകയാണ് ചെയ്തത്. അപ്പോൾ കാസ്റ്റിംഗ് കോൾ കണ്ടു, ഞാൻ അയച്ചു കൊടുത്തു. ശ്രീലാൽ സർ, നമ്മുടെ പ്രൊഡ്യൂസർ സാറിനാണ് ഞാൻ എൻ്റെ ബയോ അയച്ചു കൊടുത്തത്. അപ്പോൾ സർ കണ്ടു, പിന്നെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സർ എൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഈ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് എല്ലാത്തിനും രണ്ട് വേസ് ഉണ്ട്. സോ എൻ്റെ ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതാണ് സത്യം. നമുക്ക് അതിൻ്റേതായ ഓരോ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. സോ മേ ദ ട്രൂത്ത് വിൻ. ആൻഡ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൾവേസ് ഓൺ യു. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അതേ നടക്കൂ. സോ യാ. താരസംഘടനയായ അമ്മ, അതിലിപ്പോൾ ആര് വരണമെന്നൊരാഗ്രഹം? ഇപ്പം മോഹൻലാൽ പ്രസിഡൻ്റാണ്, സിദ്ദിഖ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആര് വരണമെന്നൊരാഗ്രഹം എന്ന് പറയണം? അങ്ങനെ ഒരാളെന്നില്ല, ആര് വന്നാലും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അൺബയസ്ഡ് ആയിട്ട് നമ്മുടെ ഫിലിം കൾച്ചർ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ആസ് എൻ ആർട്ടിസ്റ്റ് ഓർ ആസ് എ ബഡിങ് ആർട്ടിസ്റ്റ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ഓൾവേസ് പൃഥ്വിരാജ് സർ. കാരണം ഭയങ്കര ബോൾഡാണ് ക്യാരക്ടർ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, വളരെ അൺകട്ട് ക്ലിയർ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് സർ. അപ്പോൾ യാ, ഐ വുഡ് ലൈക്ക് ഹിം ബീങ് ദെയർ. ഹായ്, എൻ്റെ പേര് വാമിക. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ലേഖ ഫ്രാൻസിസ് എന്നാണ് വേഷത്തിൻ്റെ പേര്. അപ്പോൾ ഒരു ഫാമിലി കോമഡി ഫിലിമാണ്. 13th സെപ്റ്റംബറിനാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി കുടുംബസമയം തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകളും എല്ലാം വേണം. ഈ സിനിമയിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഇനി വരുമെന്ന പ്രതീക്ഷയുണ്ടല്ലേ? യെസ്, ഓഫ് കോഴ്സ് പ്രതീക്ഷയുണ്ട്. ഈ സിനിമയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. അപ്പോൾ വരട്ടെ, നല്ല റോൾസ് വരട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാനും കേട്ടിരുന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ അത് തെളിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. ഞാൻ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്നുള്ള പടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ വരുന്ന സെപ്റ്റംബർ 13-നാണ് ഞങ്ങളെ ചെറിയ വലിയ സിനിമ റിലീസാവുന്നത്. നിങ്ങളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളെ ഈ ഒരു ഫിലിമും തിയേറ്ററിൽ പോയിട്ട് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഈ സിനിമയിലോട്ട് വന്ന വഴി ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരാളാണ് ഈ ഒരു പടത്തിൽ എന്നല്ല, ഒരുപാട് കാസ്റ്റിംഗ് കോളുമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യാൻ കഴിഞ്ഞതെന്ന്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, അതിനെപ്പറ്റി പറയാനൊന്നും ഞാനൊന്നും ആയിട്ടില്ല. എനിക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് വലിയ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ്. അതിൽ ചെറിയൊരു ബേസായിട്ടാണെങ്കിലും എത്താൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. സ്വന്തം ഒപ്പീനിയൻ എന്ന രീതി പറ. താരസംഘടനയായ അമ്മ, അവിടെ ആര് തലപ്പത്ത് വരണമെന്നാണ്? ഇപ്പോൾ മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി ആയിട്ട് സിദ്ദിഖായിരുന്നു, അവർ മാറി. ഇനി ആര് വരണമെന്നാണ് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ നമ്മളൊക്കെ ഈ മോഹൻലാൽ ആവട്ടെ, നമ്മൾ അവരെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എനിക്ക് ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു കാര്യം വന്ന ഉടനെ തന്നെ രാജിവെക്കണം എന്നുള്ളതിൽ ഞങ്ങൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു. അവരവിടെ നിന്നിട്ട് തന്നെ പൊരുത്തണം, അത് മുന്നിൽ കാണിച്ചു തരണം എന്നുള്ളതാണ്
ഏതൊരു മലയാളികൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്.